നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ വിശദീകരിക്കും. ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടി ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ദേശീയ കൗൺസിൽ യോഗവും ഇന്ന് ചേരും. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കം കടുത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പാക് പൗരന്മാർക്ക് വിസ നൽകില്ലെന്നും തീരുമാനം. ഇന്ത്യൻ അറ്റാഷമാരെ പിൻവലിച്ചതിനൊപ്പം 48 മണിക്കൂറിനുള്ളിൽ എല്ലാ പാക് പൗരന്മാരും ഇന്ത്യ വിടണമെന്നും നിർദ്ദേശം. പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് ജീവൻ പൊലിഞ്ഞവരുടെ മൃതദേഹം ജന്മനാടുകളിൽ എത്തിച്ചു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. കൊച്ചി ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള പൊതുശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രി പി രാജീവ്, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവർ ചേർന്നാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയത്. സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ. ജമ്മു കത്രയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കാണ് റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. ഉധംപൂർ, ജമ്മു, കത്ര സ്റ്റേഷനുകളിൽ നിന്ന് ടിക്കറ്റുകൾ ലഭ്യമാക്കും. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി അമിത് ഉറാങ്ങിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. കേസിൽ പ്രതിയുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ്. അമിത് കൊലപാതകത്തിന് മുൻപ് താമസിച്ച ലോഡ്ജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടക്കും. പ്രതിയെ ഇന്നലെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് വെള്ളിയാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത എന്ന് മുന്നറിയിപ്പ്. രാത്രി 11:30 വരെ കന്യാകുമാരി തീരത്തു ഉയർന്ന തിരമാലകൾ രൂപം കൊള്ളാനാണ് സാധ്യത. ഇത് കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും പരിസരവും മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 18,000 പൂരപ്രേമികൾക്ക് അധികമായി സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. ഇടുക്കിയിൽ മികച്ച വരുമാനമുള്ള KSRTCയുടെ കട്ടപ്പന കമ്പം സർവീസ് മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയ ബസ്സിനു പകരം സർവീസ് നടത്താൻ അന്തർ സംസ്ഥാന പെർമിറ്റുള്ള ബസ് ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. KSRTC കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് കമ്പത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന് പ്രതിദിനം ശരാശരി 15,000 മുതൽ 20,000 രൂപ വരെ വരുമാനമുള്ളതാണ്. കൊല്ലത്ത് നികുതി വെട്ടിപ്പ് റെയ്ഡിനിടെ GST വനിതാ ഉദ്യോഗസ്ഥയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജ് നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്ന പരാതിയിലാണ് റെയ്ഡ് നടന്നത്. ഉദ്യോഗസ്ഥയെ ആക്രമിച്ച സംഭവത്തിൽ NGO യൂണിയൻ KGOA നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി അജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ശനിയാഴ്ച വരെ തുടരും. ലോക നേതാക്കളെയും രാഷ്ട്രതലവന്മാരെയും കൂടാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാൻ എത്തും. ശനിയാഴ്ചയാണ് മാർപ്പാപ്പയുടെ സംസ്കാരം നടക്കുക. റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് സംസ്കാര ചടങ്ങുകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ട ഇസ്രായേൽ അത് പിൻവലിച്ചു. ജെറുസലേമിലെ പശ്ചിമ മതിൽ സന്ദർശിച്ച മാർപ്പാപ്പയുടെ ചിത്രമാണ് ഇസ്രായേൽ X അക്കൗണ്ടിൽ പങ്കുവച്ചത്. പിന്നീട് ഇത് പിൻവലിക്കുകയായിരുന്നു. അനുശോചനം പിൻവലിച്ചതിന്റെ കാരണം ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതികൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും തൊഴിലാളികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് ഈ തീരുമാനത്തിന് കാരണം.
ട്രംപ് ഭരണകൂടത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച ഹാർവർഡ് സർവകലാശാല 2.2 ബില്യൺ ഡോളറിലധികം ഫണ്ട് തടഞ്ഞതിനെതിരെയാണ് കേസ്. ഫണ്ടിംഗ് മരവിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്നും നടപടി സർക്കാരിന്റെ അധികാരപരിധിക്ക് പുറത്തുള്ളതാണെന്നും ഹാർവർഡ് സർവകലാശാല അറിയിച്ചു. US ഭരണകൂടവും ഗൂഗിളും തമ്മിലുള്ള ആന്റി ട്രസ്റ്റ് കേസിന്റെ ഫലമായി ഗൂഗിൾ ക്രോം ബ്രൗസർ വിൽക്കാൻ ആൽഫബറ്റ്. ക്രോം ബ്രൗസർ വിൽക്കാൻ ആൽഫബറ്റ് നിർബന്ധിതരായാൽ ഏറ്റെടുക്കാൻ താൽപര്യം അറിയിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ OpenAI. കേസിലെ വിചാരണയ്ക്കിടെയാണ് ChatGPTയുടെ പ്രൊഡക്റ്റ് മേധാവി നിക് ടർലി ക്രോം ബ്രൗസർ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയതെന്നാണ് റിപ്പോർട്ട്. റമൂൽ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററിലെ സേവനം എല്ലാ ദിവസവും 24 മണിക്കൂറും ലഭ്യമാക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഉപഭോക്താക്കൾക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തന സമയം ദീർഘിപ്പിച്ചത്. കുവൈറ്റിൽ രാജ്യത്തെ ഏറ്റവും വലിയ വാട്ടർ പാർക്കായ B0 അടുത്ത വ്യാഴാഴ്ച തുറക്കും. വിനോദസഞ്ചാര മേഖലയെ വിപ്ലവകരമായി പരിവർത്തനം ചെയ്യാനുള്ള പദ്ധതികളുടെ ഭാഗമായി ഫ്യൂച്ചർ കിഡിന്റെ ഉപസ്ഥാപനമായ അൽ ജസീറ എന്റർടൈൻമെന്റ് പ്രൊജക്ട്സ് കമ്പനി പുതിയ വാട്ടർ സ്ലൈഡുകളുടെ നിർമ്മാണം പൂർത്തിയായതായും വാട്ടർ പാർക്കിന്റെ ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായും അറിയിച്ചു. ഇടുക്കി അടിമാലി കത്തിപ്പാറയിൽ വെച്ച് വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ പോലീസിന്റെ വാഹന പരിശോധനയിൽപ്പെടുകയും സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്ത പ്രതി കോടതിയിൽ കീഴടങ്ങി. അടിമാലി ഓടക്ക സിറ്റി സ്വദേശി മനുവാണ് കോടതിയിൽ കീഴടങ്ങിയത്. അന്വേഷണ നടപടികളുടെ ഭാഗമായി അടിമാലി പോലീസ് പ്രതിയെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി. ഇടുക്കി അടിമാലിയിൽ ബാറിൽ വെച്ചുണ്ടായ കത്തിക്കുത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. ആക്രമണത്തിൽ ഒരാളുടെ കഴുത്തിന് ഗുരുതര പരിക്ക് സംഭവിച്ചു. അടിമാലി പോലീസ് സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. തൃശൂരിൽ നല്ല നടപ്പ് ജാമ്യവ്യവസ്ഥ ലംഘിച്ച 3 പേർ കരുതൽ തടങ്കലിൽ. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പുതിയ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് പടിയം മുറ്റിച്ചൂർ സ്വദേശി ഹിരത്ത്, പടിയം സ്വദേശി ഫ്രാങ്കോ, വലപ്പാട് സ്വദേശി ജിത്ത് എന്നിവരെ തടങ്കലിലാക്കിയത്. ജില്ലയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുവരുന്ന കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് ജില്ലാ റൂറൽ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. തൃശൂർ അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് പിടികൂടി. കേസിലെ പ്രതികളായ 4 പേരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. കേസിലെ പ്രതികളെയും കൊണ്ടുവന്ന പോലീസ് തെളിവെടുപ്പ് നടത്തി. അഞ്ചേരിച്ചിറ ജംഗ്ഷനിലെ മീനൂട്ടി ചിക്കൻ സെന്റർ ഉടമ സന്തോഷിനെയാണ് ഗുണ്ടകൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മലപ്പുറം തിരൂരിൽ 2.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. UP നവഭാഗഞ്ച് സ്വദേശി സാജൻ ഖാനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫോറിൻ മാർക്കറ്റിൽ മൊബൈൽ ഷോപ്പിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിലാണ് പ്രതി പിടിയിലായത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കുറ്റക്കാരൻ. നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശി അരുണിനെയാണ് കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീർ കണ്ടെത്തിയത്. കുന്നത്തുകാൽ സ്വദേശി ശാഖ കുമാരിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സ്ഥാപന ഉടമ പിടിയിലായി. ഇടുക്കി മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ കുറുമല ഡിവിഷനിൽ K ഗണേഷ് കുമാറിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ ദേശീയപാത കയ്പമംഗലം അറവുശാലയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളിലും ട്രാൻസ്ഫോമറും ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് 2 പോസ്റ്റിലും ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റുകളിലും ഇടിച്ച ശേഷം മുന്നോട്ടു നീങ്ങി മറ്റൊരു പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. കൊല്ലം തെന്മല സ്വദേശി വിനോദും ബന്ധുവുമാണ് കാറിലുണ്ടായിരുന്നത്.
ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനിടയിൽ കാണാതായ പാലക്കാട് ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്ന് കണ്ടെത്തി. അമ്മിണി, അനുജത്തി ശാന്ത എന്നിവരെയാണ് കണ്ടെത്തിയത്. ഗുരുവായൂരിലേക്ക് ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും 20-ാം തീയതി മുതൽ കാണാതായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചാലിശ്ശേരി പോലീസ് തിരുപ്പതി പോലീസിന് വിവരം നൽകുകയും തിരുപ്പതിയിൽ വെച്ച് മലയാളി കുടുംബം ഇവരെ തിരിച്ചറിയുകയുമായിരുന്നു. തൃശൂർ മൃഗശാലയിൽ മഴയിൽ കനത്ത നാശം. വൻമരങ്ങൾ കടപുഴകി ഹിപ്പോപ്പൊട്ടാമസിന്റെയും മ്ലാവുകളുടെയും കൂടുകൾക്കുമേൽ പതിച്ചു. സൂപ്രണ്ടും ജീവനക്കാരും ചേർന്ന് മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയ കനത്ത ചുഴലിൽപ്പെട്ടാണ് മൃഗശാലയിലെ മരങ്ങൾ കടപുഴകി വീണത്. തൃശൂരിൽ കനത്ത മഴയിൽ വീടിനു മുകളിൽ മരക്കൊമ്പ് വീണ വീട്ടമ്മയ്ക്ക് പരിക്ക്. മള്ളൂർ മാമ്പുള്ളിയിൽ നാരായണന്റെ വീടിനു മുകളിലേക്കാണ് മരക്കൊമ്പ് അടർന്നു വീണത്. വീടിന്റെ മുകളിലേക്ക് വീണ മരക്കൊമ്പിന്റെ ശിഖരങ്ങൾ ജനൽവാതിലിടിച്ച് ഗ്ലാസ് തകർന്ന് ലളിതയുടെ തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റു. മലപ്പുറം മഞ്ചേരി കോഴിക്കോട്ടുകുന്നിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. കല്ലുവെട്ടി പോയിന്റിൽ സ്വദേശി ഷഹാസിനാണ് കുത്തേറ്റത്. വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനെത്തിയവരാണ് ആക്രമണം നടത്തിയത്. പിതാവിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷഹാസിന് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഷഹാസിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ മാരകായുധങ്ങളുമായി യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ നെർമിനി സ്വദേശി ഷെഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 5 കത്തികളും കൈമഴവും ഇടിക്കട്ടയും കണ്ടെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ അന്നമനട കീഴഡൂരിൽ പാടശേഖരത്തിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ പൈപ്പ് സാമൂഹ്യവിരുദ്ധർ കത്തിച്ചതായി പരാതി. കീഴഡൂർ കൊരട്ടിപ്പള്ളം പാടശേഖരത്തിലാണ് സംഭവം. ഇവിടെ നിറവ് ഹരിതസമിതി പൈതൃക കൂട്ടം സംഘം 30 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്. മാള പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. തൃശൂരിൽ ലഹരിക്കേസിൽ ഉൾപ്പെട്ട ഒരാൾ കൂടി പിടിയിൽ. മനക്കുഴി സ്വദേശി പ്രണവിനെ കഞ്ചാവ് നൽകിയ കേസിലാണ് കാസർഗോഡ് പള്ളിക്കര സ്വദേശി AM ആസിഫിനെ തൃശൂർ പോലീസ് പിടികൂടിയത്. ഡാൻസ് ഹൗസ് സംഘത്തിന്റെ രഹസ്യാന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. അറസ്റ്റിലായ പ്രതിക്ക് ബേക്കൽ, ഇൻഫോ പാർക്ക് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 5ഓളം സമാന കേസുകൾ നിലവിലുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കടം വാങ്ങിയ പണം തിരികെ നൽകിയിട്ടും പാസ്പോർട്ട് തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി റിമാൻഡിൽ. പള്ളിനട സ്വദേശിയായ സൈനബയുടെ പരാതിയിലാണ് ശൃംഗപുരം സ്വദേശിയായ ഷാനുവിനെ റിമാൻഡ് ചെയ്തത്. ഷാനുവിന്റെ പേരിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം, കവർച്ച, അടിപിടി, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 34 ക്രിമിനൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സമൻസ് നൽകുന്നതിന് കനാൽപാലം സ്വദേശിയായ റിജീഷിന്റെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയ കേസിൽ 4 പേർ റിമാൻഡിൽ. കനാൽപാലം സ്വദേശിയായ റിജീഷ്, വടക്കേക്കര സ്വദേശികളായ ജിത്ത്, സിബിൻ, സൗമേഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. റിജേഷിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലും തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും അടിപിടി കേസുകളുമുണ്ട്. തൃശൂർ ചാവക്കാട് ഉപ്പാപ്പ പള്ളിയിൽ നിന്നും 80,000 രൂപയോളം മോഷ്ടിച്ച പ്രതിയെ പോലീസ് എർവാടിയിൽ നിന്നും പിടികൂടി. വയനാട് നെന്മേനി സ്വദേശി ഷംഷാദിനെയാണ് ഗുരുവായൂർ സബ് ഡിവിഷൻ ACPയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 8-ാം തീയതി പുലർച്ചെയാണ് പ്രതി ചാവക്കാട് ഉപ്പാപ്പ പള്ളിയിൽ മോഷണം നടത്തിയത്. മലപ്പുറം മുറയൂർ ഒഴുക്കൂർ അറഫ മസ്ജിദിൽ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷണം. പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന 3 നേർച്ചപ്പെട്ടികൾ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. രാവിലെ സുബഹി നമസ്കാരത്തിനെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. നേർച്ചപ്പെട്ടി കുത്തിത്തുറന്ന് മോഷ്ടാവ് പണം അപഹരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അറഫ മസ്ജിദ് പള്ളി കമ്മിറ്റി കൊണ്ടോട്ടി പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു.
മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങാതെ അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാരികൾക്ക് പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റ് വഴി രാത്രിയിൽ കടന്നു പോകുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി മുരിങ്ങൂർ ചിറങ്ങര ദേശീയപാതയിൽ ഗതാഗത സ്തംഭനം പതിവായ സാഹചര്യത്തിലാണ് ആവശ്യം ഉയരുന്നത്. വൈകിട്ട് 6:30 മുതൽ രാവിലെ 6 വരെ പ്ലാന്റേഷൻ എസ്റ്റേറ്റ് റോഡിന് പുറമെ നിന്നുള്ളവർ യാത്ര ചെയ്യുന്നതിന് വിലക്കുണ്ട്. മലപ്പുറം വളാഞ്ചേരിയിൽ പുസ്തക ദിനത്തിൽ സ്വരാജ് വായനശാലയിലേക്ക് പുസ്തകം നൽകി ഒരു കൂട്ടം അധ്യാപകർ. ടി വി ശ്രീകുമാർ, പി മുജീബ് റഹ്മാൻ, പി സി അച്യുതൻ, കെ പി പ്രേംകുമാർ എന്നിവരാണ് തങ്ങളുടെ ശേഖരത്തിൽ ഉണ്ടായിരുന്ന 100ഓളം പുസ്തകങ്ങൾ നൽകിയത്. നോവലുകൾ, കഥകൾ, കവിതകൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയാണ് നൽകിയത്. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലത്തെ ആനിക്കുട്ടനും കുടുംബത്തിനും നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, ദേശീയ സേവാഭാരതി കേരളം സംയുക്തമായി നടപ്പിലാക്കുന്ന തലചായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. താക്കോൽദാന കർമ്മം ടി വി പ്രസാദ് ബാബു നിർവഹിച്ചു. മംഗള പത്രസമർപ്പണം സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായ ഡോക്ടർ സാബു കെ നായർ നൽകി. തിരുവനന്തപുരം നെടുമങ്ങാട് കേരള മദ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചുളിമാനൂർ ജംഗ്ഷനിൽ ലഹരിക്കെതിരെ നിലവിളി സമരം സംഘടിപ്പിച്ചു. സീനിയർ വർക്കിംഗ് പ്രസിഡന്റ് കെ സോമശേഖരൻ നായർ സമരം ഉദ്ഘാടനം ചെയ്തു. നെടുമങ്ങാട് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ ഉയരവിളക്കുകൾ സ്ഥാപിച്ചു. നന്ദിയോട് ഗ്രാമപഞ്ചായത്തിലെ 2024-25 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 37 പ്രധാന സ്ഥലങ്ങളിലാണ് ഉയരവിളക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടനം നന്ദിയോട് പബ്ലിക് മാർക്കറ്റിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ രാജീവൻ നിർവഹിച്ചു. മലപ്പുറം പട്ടാമ്പി കുളപ്പുള്ളിപ്പാത നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ തീരുമാനം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് യോഗം ചേർന്നു. പ്രവൃത്തി ആരംഭിച്ചാൽ മാസങ്ങളോളം റോഡ് ഗതാഗതവും കുടിവെള്ളവും തടസ്സപ്പെടാൻ സാധ്യതയെന്ന് നിഗമനം. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കയ്യേറ്റം ഒഴിപ്പിക്കൽ ആദ്യഘട്ടം പൂർത്തിയായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാതല ക്രിക്കറ്റ് മത്സരം പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. 13 വർഷമായി തുടർച്ചയായി ഇത്തരത്തിൽ മേഖലാ കമ്മിറ്റികൾ ഉൾപ്പെടുത്തി മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതായി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് സൂര്യ പറഞ്ഞു. നീന്തൽ മത്സരത്തിൽ പുരുഷന്മാരുടെ ഓപ്പൺ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ അങ്കമാലി സെന്റ് പാട്രിക് സ്കൂൾ +2 വിദ്യാർത്ഥി ജോൺ ജോബിയെ തൃശൂർ ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദി ആദരിച്ചു. ആലുവയിൽ നടന്ന കൊച്ചി സ്വിംത്തോണിൽ 1 കിലോമീറ്റർ നീന്തൽ മത്സരത്തിലാണ് ജോൺ ജോബിയുടെ നേട്ടം. തൃശൂരിൽ മതിലകം സ്പോർട്സ് അക്കാദമി വേദിയൊരുക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് മതിലകം സെന്റ് ജോസഫ് HSS ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക. മേളയിൽ ഇന്ത്യയിലെ പ്രമുഖ പുരുഷ ടീമുകൾ അണിനിരക്കും. 15,000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളാവുന്ന ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയമാണ് ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി അറിവുത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. LP വിഭാഗത്തിൽ സെന്റ് ആൻ LP സ്കൂൾ, UP വിഭാഗത്തിൽ ഗവൺമെന്റ് മാപ്പിള സ്കൂൾ, ഹൈസ്കൂൾ വിഭാഗത്തിൽ SN വിദ്യാഭവൻ ചന്ദ്രാപിന്നി എന്നിവർ 1ാം സ്ഥാനം നേടി. ജമ്മുകാശ്മീർ പഹൽഗ്രാമിൽ ഭീകരവാദി ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവർക്ക് BJP തൃശൂർ മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രദീപ് കാണാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ അരിമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജമ്മുകാശ്മീരിലെ പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഭീകരവാദത്തിനെതിരെ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
കോഴിക്കോട് ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിൽ റോഡ് ടാറിംഗ് വർക്കുകൾ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് ടാറിംഗ് നടത്തുന്നത്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുഖേന കർഷകരുടെ നെല്ല് കൊണ്ടുപോയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പണം നൽകാൻ കൂട്ടാക്കാത്ത നടപടിയിൽ വലഞ്ഞ് കർഷകർ. ഒന്നാം വിള ഇറക്കേണ്ട സമയമായിട്ടും രണ്ടാം വിള നെല്ലിന്റെ വില നൽകിയില്ലെന്ന് തൃശൂരിലെ കൊണ്ടാഴിയിലെ കർഷകർ. ബാങ്കിൽ നിന്ന് പണം ലഭിക്കാനുള്ള PRS സപ്ലൈകോ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് സ്വീകരിക്കാൻ നെല്ലിന്റെ വില നൽകാനായി നിയോഗിച്ച കാനറ ബാങ്ക് തയ്യാറാക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ 702 റാങ്കിന്റെ തിളക്കവുമായി ആലപ്പുഴ കുട്ടനാട് സ്വദേശിനി ചമ്പക്കുളം സ്വദേശിനി പി അഞ്ജലിയാണ് സിവിൽ സർവീസ് നേടിയത്. അഞ്ജലിയെ അഭിനന്ദിക്കാൻ സുഹൃത്തുക്കളും അധ്യാപകരും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തുന്നത്. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് PG നേടിയ ശേഷമാണ് സിവിൽ സർവീസ് പഠനത്തിലേക്ക് അഞ്ജലി കടന്നത്. നിലാവ് സാംസ്കാരിക വേദി കർമ്മശ്രേഷ്ഠ പുരസ്കാരം സാമൂഹിക പ്രവർത്തകൻ RM മനാഫിന്. സാംസ്കാരിക വേദിയുടെ 11ാം വാർഷികത്തിന്റെ ഭാഗമായി സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ പ്രവർത്തനത്തിനാണ് പുരസ്കാരം. ഏപ്രിൽ 30-ന് തിരുവനന്തപുരത്ത് പ്രൊഫസർ N കൃഷ്ണപിള്ള സ്മാരക ഹാൾ നന്ദാവനത്ത് വെച്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം നൽകും. മലപ്പുറം വളാഞ്ചേരിയിൽ പുസ്തക ദിനത്തിൽ കുട്ടികളെ ലൈബ്രറിയിൽ അംഗത്വമെടുപ്പിച്ച് വാർഡ് കൗൺസിലർ. യുവാക്കളിലും വിദ്യാർത്ഥികളിലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ ലഹരി ഉപയോഗത്തിൽ ഉൾപ്പെടാതെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാനാണ് കുട്ടികളെ ലൈബ്രറിയിൽ അംഗത്വമെടുപ്പിച്ചത്. പദ്ധതിയുടെ ഭാഗമായി വാർഡിലെ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ലൈബ്രറിയിൽ അംഗത്വം നൽകി. മലപ്പുറം ഇരുമ്പിളിയം റൗളത്ത് സലാം മദ്രസ 80ാം വാർഷികത്തിന് തുടക്കമായി. 80ാം വാർഷികം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെയാണ് ആരംഭം കുറിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 13-ന് നടക്കുന്ന ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങളാണ് ആരംഭിച്ചത്. ഊട്ടുപന്തലിന്റെ കാൽനാട്ടുകർമ്മം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ നിർവഹിച്ചു. ഒരേ സമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുറ്റത്ത് ഒരുക്കുന്നത്. മലപ്പുറം ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി ഫ്രീഡം റൈഡ് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവ ഹാജി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് K മുഹമ്മദ് അലി അധ്യക്ഷനായി. മലപ്പുറം ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഓഫ് കുവൈറ്റ് വളാഞ്ചേരി പാലിയേറ്റീവ് കെയറിലെ അന്തേവാസികൾക്കായുള്ള സാമ്പത്തിക സഹായം കൈമാറി. കഷ്ടപ്പെടുന്നവരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുക എന്നത് ഏവരുടെയും കടമയാണെന്നും അത്തരം പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന കൂട്ടായ്മകളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായാണ് വളാഞ്ചേരി പാലിയേറ്റീവ് കെയറിലെത്തിയതെന്നും MAK ഭാരവാഹികളായ മുജീബ് പുത്തനങ്ങാടി, പ്രജിത് മേനോൻ, ഇല്യാസ് ചെല്ലൂർ, സമദ് വളാഞ്ചേരി എന്നിവർ വ്യക്തമാക്കി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ലോക ഹീമോഫീലിയ ദിനാചരണത്തിന്റെ ഭാഗമായി സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ ഗാന്ധി മാർഗപ്രവർത്തകനായ PV ഗംഗാധരൻ മാസ്റ്ററുടെ മൃതശരീരത്തിൽ ഗാന്ധിയൻ പുസ്തകങ്ങൾ അർപ്പിച്ച് ആദരമൊരുക്കി അധ്യാപകൻ. അനുശോചനം രേഖപ്പെടുത്തി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു ആണ് ഗാന്ധിയൻ പുസ്തകങ്ങൾ മൃതദേഹത്തിൽ സമർപ്പിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ ആദവനാട് മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കെൽട്രോൺ സെൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ അണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. അതോടനുബന്ധിച്ചുള്ള അവധിക്കാല പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടനം കെൽട്രോൺ NSDC നിരീക്ഷകൻ രാമകൃഷ്ണൻ നിർവഹിച്ചു. വേൾഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി എന്ന കോഴ്സിലാണ് പരിശീലനം നൽകുന്നത്.
മലപ്പുറം വളാഞ്ചേരിയിൽ സുരക്ഷിത പ്രസവം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി നടത്തുന്ന നാടകത്തിന് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. വളാഞ്ചേരി നഗരസഭയുടെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ മീഡിയയിലെ സനീഷും സംഘവുമാണ് നാടകം അവതരിപ്പിക്കുന്നത്. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.